എന്താ രാമേന്ദ്ര പ്രശ്നം? ഞാൻ എന്ത് ദ്രോഹം ചെയ്തിട്ടാണെന്ന് അറിയത്തില്ല. ഞാനൊരു 11 വയസ്സ് തൊട്ട് നോക്കിയ ഒരു കുട്ടിയുണ്ട്. അവൻ ഇതുവരെ തിരിഞ്ഞു കയറിയിട്ടില്ല. വിഷമിക്കാതിരിക്കും, ഇതിലും വലുത് ഏതാണ്ട് വരായിരുന്നു. ഇങ്ങനെ തീർന്നെന്ന് കരുതിയാൽ മതി. ഒരുപാട് പേരെന്നോട് ചോദിച്ചു വന്നോ എന്ന് കിച്ചു. ഇല്ല, വന്നിട്ടില്ല. എന്തോ ഫേക്ക് ന്യൂസ് ആയിരുന്നു. ഇനിയിപ്പോ എന്താ ചെയ്യാ? ഒരു ആന കുത്താൻ വരികയാണെന്ന് കരുതി നീ അങ്ങോട്ട് നേരിടും. അപ്പൊ എന്തായാലും പോവാൻ തീരുമാനിച്ചു. വിഷമമുള്ളവരുടെ വിഷമമൊക്കെ അങ്ങ് തീരട്ടെ. പോയിട്ട് വന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ പറയാം. ആയിക്കോട്ടെ, ഇന്ന് നമുക്ക് ഇവിടെ തന്നെ കൂടാ. എല്ലാം അറിഞ്ഞിട്ട് തന്നെ കാര്യം. എന്റെ സ്വന്തം അമ്മയില്ലെങ്കിൽ എന്നെ എടുത്ത് നോക്കിയൊരു അമ്മയെന്നത്. അമ്മേന്റെ വില എനിക്ക് എന്താന്ന് എനിക്ക് അറിയില്ലെങ്കിൽ ഉണ്ടല്ലോ, പറഞ്ഞിട്ട് കാര്യമില്ല കിച്ചു. അത് മര്യാദക്ക് ഇല്ലെങ്കിൽ ഞാൻ മഹാ ചീത്ത. അതെനിക്കറിയാണോ താ ചീത്തയാണെന്ന്. പക്ഷെ ഇത്രയും ചീത്തയാണെന്ന് എനിക്ക് ഇപ്പോഴാണോ മനസ്സിലായത്? തൂക്കിയല്ലോ നാഥ. ഇതൊക്കെ നിങ്ങൾ പറയുന്ന എടുത്തു വളർത്തിയ മോൻ കണ്ട സാധനങ്ങളാണത്. മനസ്സിലായത്? വയസ്സാം കാലത്ത് വല്ലാത്ത കഴപ്പാണല്ലേ. തീർത്തു തരാം. അപ്പോൾ ഞാൻ ഇത് കണ്ടിട്ട് മെസ്സേജ് ഇട്ടു. ഇത് കണ്ടു കഴിഞ്ഞാൽ ഋതപ്പന്റെ അവസ്ഥ എന്തായിരിക്കും? വയസ്സുകാലത്ത് ഓരോരുത്തന്മാരുടെ ഓരോ പൂതികളെ. മിക്ക പിള്ളേരാണെങ്കിലും പോലും സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്ന ആൾക്കാരാണ് കൂടുതൽ. അപ്പം അതുവരെ കാണുന്നതായിരിക്കും. അപ്പം അവനെങ്ങനെ ഫേസ് ചെയ്യും എന്നുള്ള കാര്യം ഞാൻ അമ്മയെടുത്ത് പറഞ്ഞപ്പോൾ അമ്മ എനിക്ക് തന്ന റിപ്ലൈ, ഞാൻ ചെയ്തതിൽ എനിക്ക് മോശമായിട്ടൊന്നും തോന്നുന്നില്ല. എനിക്ക് അതിൽ നിന്ന് 2.5 ലക്ഷം രൂപ 3 ലക്ഷം രൂപ കിട്ടുന്നുണ്ട്. ഞാൻ ചെയ്തതിൽ എനിക്ക് മോശമായിട്ടൊന്നും തോന്നുന്നില്ല. എനിക്ക് അതിൽ നിന്ന് 2.5 ലക്ഷം രൂപ 3 ലക്ഷം രൂപ കിട്ടുന്നുണ്ട്. നിന്നെ ആദ്യം കണ്ടപ്പോ തന്നെ എനിക്ക് മനസ്സിലായതാ, നീ വെറും കൂതറയല്ല, ലോക കൂതറയാന്ന്. തുടങ്ങി അന്നാണെന്ന് നിങ്ങൾ ഓർത്തോണം. എന്റെ തുടങ്ങി അന്ന് 500 സബ് കഴിഞ്ഞു കേട്ടോ. അപ്പൊ കിച്ചു എന്താ എന്നോട് പറഞ്ഞ മറുപടി, നിങ്ങൾ മേലെ ഇത് ചെയ്യരുതെന്നല്ല പറഞ്ഞത്. പക്ഷെ മോൻ എന്നാ പറഞ്ഞെന്നറിയോ? ഗുഡെന്ന്. എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ സംഭവിക്കുന്ന? അപ്പൊ എന്റെ കുഞ്ഞ് മോനെ കിച്ചു, നീ സമ്മതിച്ചുകൊണ്ടാണ് അമ്മ ഇത് ചെയ്തത്. പിന്നെ മോൻ ഗുഡെന്ന് പറഞ്ഞുകൊണ്ടാണ്. മോൻ അന്ന് എന്നോട് പറയാനേ അമ്മേ അത് വേണ്ട കേട്ടോ എന്ന് പറയാൻ അമ്മ ഇത് ചെയ്യത്തില്ലായിരുന്നു മോനെ. ഞാനും ചോദിച്ചോട്ടെ, നീ എന്ന് മുതലാണ് മദർ തെരേസ ആയത്? ഇങ്ങനെ പോയാൽ നീ സമാധാനത്തിലുള്ള സന്തോഷവും മേടിക്കൂടാ പുല്ല്. അതിനുശേഷം ഞാൻ പറഞ്ഞ 600 കഴിഞ്ഞു 180 രൂപയാണ്. അപ്പൊ കിച്ചു പറയാ 150. നിങ്ങൾ കണ്ടോ? വലിയ നിലവിലുള്ള ആളല്ലേ, എല്ലാരും അറിയട്ടെ. നീ എന്റെ മാനം കളയരുത്. നമുക്ക് രണ്ടുപേർക്കും അറിയുന്ന പല കാര്യങ്ങളും അല്ലെ കിച്ചു, ഫ്യൂച്ചർ വരെ ബാധിക്കുന്ന കാര്യങ്ങളുണ്ട്. സോ അതെന്നെ കൊണ്ട് പറയിപ്പിക്കരുത്. നീ അറിഞ്ഞ ഞാൻ പെട്ടു. ഞാൻ നിനക്ക് എന്റെ സബ്സ്ക്രിപ്ഷൻ കിട്ടിയ പൈസ വരെ ഞാൻ നിനക്ക് തന്നു. ഒരുപാട് പൈസ ഞാൻ ഉറക്കം ഒളിച്ച്, ഞാൻ ആൽബങ്ങൾ ചെയ്തത്, ഞാൻ ഉറക്കം ഒളിച്ച് ഗൾഫിൽ പോയി പ്രമോഷൻ ചെയ്തത് എല്ലാം ഞാൻ നിനക്ക് അതിൽ നിന്ന് ഒരു ഓഹരി ഞാൻ നിനക്ക് തന്നിട്ടുണ്ട്. ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ? എനിക്ക് ഒരു സ്നേഹവും എനിക്ക് തരണ്ട, എന്നെ വന്ന് കാണണ്ട, ആരുടെ വിഷമം തീർക്കാൻ എന്നെ വന്ന് കാണും. ഇന്ന് വരെ കണ്ടുമില്ല, വിളിച്ചുമില്ല, മിണ്ടിയില്ലല്ലോ, വേണ്ട. എങ്ങോട്ടാണ് ഈ നാടിന്റെ പോക്ക്? എനിക്ക് പേടിയാവുന്നളിയാ. എനിക്ക് നാട്ടിൽ നിൽക്കാൻ തന്നെ പേടിയാവുന്നു. ഞാൻ ചത്താലും എന്റെ ശവം പോലും നിങ്ങൾ ആരും വന്ന് കണ്ട് എന്നെ ഒരു റീത്ത് പോലും ആരും സമർപ്പിക്കണ്ട. കുറെ വിവരമില്ലാത്തവന്മാരെല്ലാം കൂടെ ഒരു നാട്ടിൽ നിന്ന് ജനിച്ച്. ഞാൻ പോകുന്നു. ബൈ ബൈ.